ലോകത്തെ ആശങ്കയിലാക്കി ഇസ്രയേൽ ഇറാൻ സംഘർഷം 5ാം ദിനവും അതിരൂക്ഷം. ഇസ്രയേൽ ചാരസംഘടന മൊസാദിന്റെ ആസ്ഥാനത്തും മിലിറ്ററി ഇന്റലിജൻസ് സെന്ററിലും ആക്രമണം നടത്തിയെന്ന് ഇറാൻ അവകാശപ്പെട്ടു. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയുടെ വിശ്വസ്തനും ഉന്നത സൈനിക ഉദ്യോഗസ്ഥനുമായ അലി ഷദ്മാനിയെ വധിച്ചെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന സ്ഥിരീകരിച്ചു. ഇരു രാജ്യങ്ങളും പരസ്പരം മിസൈൽ ആക്രമണം തുടരുകയാണ്. തലസ്ഥാന നഗരങ്ങൾ ലക്ഷ്യം വെച്ചാണ് ഇരു രാജ്യങ്ങളുടെയും ആക്രമണം. ഇസ്രയേൽ തലസ്ഥാനം ടെൽ-അവീവിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ഇസ്രയേൽ ചാരസംഘടന മൊസാദിന്റെ കേന്ദ്രത്തിൽ ആക്രമണം നടത്തിയെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ അവകാശവാദം. ആക്രമണത്തിൽ ഇസ്രയേലിന്റെ മിലിറ്ററി ഇന്റലിജൻസ് സെന്റർ തകർന്നെന്നും ഇറാൻ. ഇസ്രയേൽ മണ്ണിൽ ഏറ്റവും കഠിനമായ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതിന് പിന്നാലെ ഇറാൻ സേനയുടെ യുദ്ധകാര്യങ്ങളുടെ ചുമതലയുള്ള ഉന്നത ഉദ്യോഗസ്ഥനെ വധിച്ചെന്ന് ഇസ്രയേൽ പ്രതിരോധ സേനയും വ്യക്തമാക്കി. ഇറാൻ സർക്കാരിന്റെ പ്രധാന ബാങ്കായ സെപയിൽ ഇസ്രയേൽ സൈബർ ആക്രമണം ഉണ്ടായെന്നാണ് റിപ്പോർട്ട്. അതേസമയം ഇന്നലെ ഇറാൻ ടെലിവിഷൻ IRIBയുടെ ആസ്ഥാനത്തുണ്ടായ മിസൈൽ ആക്രമണത്തിൽ പരിക്കേറ്റ ജീവനക്കാരൻ മരിച്ചു. ഇന്നലെയുണ്ടായ ആക്രമണത്തിൽ നിരവധി മാധ്യമപ്രവർത്തകർക്ക് പരിക്കേറ്റു. ടെഹ്റാനിൽ നിന്ന് ജനം മാറണമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിന് പിന്നാലെ നഗരത്തിൽ കനത്ത ഗതാഗത തടസ്സമുണ്ടായി. നഗരം വിടാൻ ജനം കൂട്ടത്തോടെ വാഹനങ്ങളുമായി ഇറങ്ങിയതാണ് ഗതാഗതക്കുരുക്കിനിടയാക്കിയത്. ഇരു രാജ്യങ്ങളിൽ നിന്നും വിദേശ പൗരന്മാർ സ്വന്തം നാട്ടിലേക്ക് മടങ്ങുകയാണ്. 17 രാജ്യങ്ങളിലുള്ള 600 പേർ ഇറാനിൽ നിന്ന് മടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാനിൽ നിന്ന് പൗരന്മാരെ ഒഴിപ്പിച്ചെന്ന് ചൈന വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24.